السلام عليكم ورحمة الله. السلام عليكم ورحمة الله وبركاته. സൗണ്ട് ഇല്ലേ? വഅലൈക്കും അസ്സലാം. കേൾക്കുന്നുണ്ടോ? ആ ഓ ആ ആ ആരാ എത്തിയത്? റുഷ്ദ. റുഷ്ദ നല്ല പറഞ്ഞൊക്കെ നോക്കിയോ? ഷമീമ ഇന്നലെ പറഞ്ഞതൊക്കെ നോക്കിയോ? റുസ്ത വർക്ക് ചെയ്തിട്ടുണ്ടോ? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. റുസ്ത വർക്ക് ചെയ്തോ? ഷമീമ കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ലേ? വോയിസ് കേൾക്കുന്നില്ലേ? ആ ഓക്കെ. നിങ്ങൾ പറഞ്ഞാലേ തിരിയുള്ളൂ. ഇൻഷാ അല്ലാ നമ്മൾ തുടങ്ങല്ലേ? ആ മസ്ജിദുൻ നബവിയിലെ നിസ്കാരം അല്ലേ? ഒന്ന് കട്ടായതാട്ടോ. മസ്ജിദുൻ നബവിയിലെ നിസ്കാരം, ഈ നിസ്കാരത്തിൽ ലഭിക്കുന്ന പ്രതിഫലം എന്താണ്? ഞാൻ ചോദിക്കുന്നവർ പറയാം. ആ അല്ല, ചോദിക്കുന്നവര്. റുഷ്ത പറഞ്ഞോ, റുഷ്ത പറഞ്ഞോ. 1000 മടങ്ങ്. 1000 മടങ്ങ്. അതിന്റെ കൂടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞിരുന്നു അല്ലേ? ആ എന്തൊക്കെയാ പറഞ്ഞത്? ഹഫിയത്തിയോ? യാസീന ഈ എന്ന് പറഞ്ഞാല് കുട്ടിയാണോ? ആ ഹന്ന ഫാത്തിമ. ആരാണ്? ഹന്ന ഫാത്തിമ. അന്ന ഫാത്തിമ. സ്ഥലം? പാലക്കാട്. പാലക്കാട്. പാലക്കാട് എവിടെ? പാലക്കാട് ചർനാംകുറിശി. ചടനാകുറിശി. ടിപ്പു സുൽത്താൻ അല്ലേ? ആ ആ. ഷമീമി എവിടെ അല്ലേ? ആ ഷമീമി എവിടെ അല്ലേ? ആ ആ, ക്ലാസ്മേറ്റ് ആണ്. അപ്പോൾ ഒന്നാ അസീന പറയ്. അതിൻ്റെ കൂടെ നമ്മൾ പിന്നെ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത്? മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത്? എങ്ങനെ? മസ്ജിദ് നബവിയിലെ നിസ്കാരത്തിന്റെ കൂടെ നമ്മൾ ഏതൊക്കെ കാര്യങ്ങളാ പറഞ്ഞത്? അതിന് താഴെയുള്ള ചോദ്യങ്ങൾ എന്തൊക്കെ? എന്തൊക്കെയാണ്?
കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കുന്നില്ലേ? ആ എന്നാ അസീന പറയൂ. എന്ത് അതാ, മസ്ജിദ് നബവിയിലെ നിസ്കാരത്തിന് ലഭിക്കുന്ന പ്രതിഫലം 1000 മടങ്ങാണെന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ കൂടെ നമ്മൾ ഇന്നലെ പറഞ്ഞ വിഷയങ്ങൾ എന്തൊക്കെയാണ്? അതിൻ്റെ കൂടെ അതേ ചോദ്യത്തിന് താഴെയായിട്ട് നമ്മൾ ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞത്? എങ്ങനെ? എന്താ അസീന പറയൂ. അസീന നോക്കിയിട്ടില്ലല്ലേ? നോക്കിയാ? അസീന ഇന്നലെ ക്ലാസ്സിനില്ലേ? ഞങ്ങളുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. ആ, ഇൻഷാ അല്ലാ. അപ്പോൾ അന്ന ഫാത്തിമ ഇന്നലെ ക്ലാസ്സിന് വന്നിട്ടില്ല, അതുകൊണ്ടാണ്. ഇൻഷാ അല്ലാ അത് ഷമീമനോട് ചോദിച്ചിട്ടോ, അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് ഉണ്ട്. റെക്കോർഡ് ക്ലാസ് കേട്ടിട്ടില്ല? അത് കേൾക്കാൻ മറന്നു ഉസ്താ. അല്ലാ, ഇൻഷാ അല്ലാ അത് കേട്ടിട്ട് എഴുതിയെടുക്കണം കേട്ടോ. ആ ആ വേറെ ആരാ പറയാ? നമ്മളെ ഫാത്തിമ റുഷ്ദ പറഞ്ഞോ. നിങ്ങൾ എന്തൊക്കെയാണ് ആ ചോദ്യത്തിന് എനിക്ക് പറഞ്ഞത്? ആ, അതല്ല മസ്ജിദ് നബവിയിൽ നിസ്കാരത്തിൽ ലഭിക്കുന്ന പ്രതിഫലം എന്ന ഭാഗത്ത് നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ കൂടി അഡീഷണൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ആ, അതേതൊക്കെയാണ്? റുഷ്ദ ചോദ്യം ചോദിക്കും, ഞാൻ പറയുന്ന ആള് ഉത്തരം പറയും. ആ, പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ആ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിസ്കരിക്കാൻ ആ, സമ്മതം ചോദിച്ചാ മഹദി ആരാണ്? ഹഫീ പറയ്, ആരാണത്? ഹഫീ, മോനൂസേ, ഹഫീ, ഹഫീ, ഹഫീയോ പറയടാ. എന്നാ ബിസ്ർ പറയും, ബിസ്ർ പി. അലൈക്കും അസ്സലാം. ബിസ്ർ പറയും. ഉമ്മു ഹുമൈദിൻ സായിദിയ റളിയല്ലാഹു അൻഹാ, റളിയല്ലാഹു അൻഹാ. മനസ്സിലായോ? അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം? ആ എഴുതിയതൊക്കെ ഒന്ന് വായിച്ചു നോക്കി ക്ലാസ്സിന് വരണം. ഇത് നമ്മളെല്ലാവരും സമയം ചെലവഴിക്കുന്നത് ഇതിനൊക്കെയാണല്ലോ. അപ്പം അതൊക്കെ കണ്ടറിഞ്ഞ് നമ്മളെന്ത് ചെയ്യണം? ഇങ്ങനെ യൂട്യൂബിലെ ക്ലാസ്സുകൾ, ഈ ക്വസ്റ്റ്യൻ പേപ്പർ പരിശീലിക്കുന്ന ചില ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ ഉണ്ടാവും. പക്ഷെ അതിൽ ഇത്ര വിശദമായിട്ട് പറയുന്നുണ്ടാവില്ല. മനസ്സിലായല്ലോ? അതിൽ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലതൊക്കെ. ചോദ്യം പറയും, അതിന് ഉത്തരം പറയും, അടുത്ത ചോദ്യം പറയും, ഉത്തരം പറയും. ഇങ്ങനെ പോകുന്ന വീഡിയോകളായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക അല്ലേ? പക്ഷെ നമ്മൾ ഉദ്ദേശിക്കേണ്ടത് അതല്ല. നമ്മൾ പാഠം കൂടി ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? പഠിക്കണം ഇൻഷാ അല്ലാ. ആ മുർത്തദ്ദിൻ്റെ മൂന്ന് വിധത്തിൽ മുർത്തദ്ദാവും, ഇസ്ലാമെന്ന് പുറത്തു പോകും. എങ്ങനെയൊക്കെയാണെന്ന് നോട്ടിൽ എഴുതി എല്ലാവരും? ബിസ്ർ എഴുതിയാ ബിസ്ർ? ആ, എന്നാ എനിക്ക് കാണിച്ചു തരണം നേരിട്ട് കാണിച്ചു തരണം ഇൻഷാ അല്ലാ. റിസ്വാൻ എറണാകുളം. റിസ്വാൻ എറണാകുളം.
റിസ്വാൻ ഇന്നലെ ക്ലാസ് കേട്ടോ? ഇന്നലെ ക്ലാസ് കേട്ടോ മോനെ? എറണാകുളത്തൊന്നും റേഞ്ച് ഇല്ലേ? എറണാകുളമൊക്കെ റേഞ്ച് ഇല്ലാത്ത നാടാ. കേൾക്കുന്നില്ലല്ലോ. കേട്ടോ? റിസ്വാൻ ക്ലാസ് കേട്ടോ? ഏതായാലും നമുക്ക് ആരംഭിക്കാം. നമ്മൾ വൈകണ്ട അല്ലേ? അടുത്തതാണ് മകനെ ഫാത്തിഹ പഠിപ്പിച്ചതിന് അബൂ ഹനീഫ ഇമാം ഉസ്താദിന് പാരിതോഷികം നൽകി. എത്രയാണ്? 500 ദിർഹം അല്ലേ? ഇതിപ്പോ എത്രാമത്തെ ചോദ്യമാണ് അബൂ ഹനീഫ ഇമാമിനെ കുറിച്ചുള്ളത്? എത്ര ചോദ്യം വന്നു ഇപ്പോ? അല്ല, എത്ര ചോദ്യം വന്നു? ഉസ്താദിന്റെ വീട് നിൽക്കുന്ന ഭാഗത്തേക്ക് ഒരിക്കലും കാൽ നീട്ടാറുണ്ടായിരുന്നില്ല. മറ്റൊരു ചോദ്യമാണ് എന്ത്? മകനെ ഫാത്തിഹ പഠിപ്പിച്ചതിന് അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു ഉസ്താദിന് പാരിതോഷികം നൽകി അല്ലേ? അവിടെ നമ്മൾ ഇന്നലെ എഴുതിയ ഭാഗത്ത് ഉസ്താദിന്റെ വീട് നിൽക്കുന്ന ഭാഗത്തേക്ക് ഒരിക്കലും കാൽ നീട്ടാറുണ്ടായിരുന്നില്ല അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു അല്ലേ എന്ന് എഴുതിയതിന്റെ കൂടെ നമ്മൾ എന്താ എഴുതിയത്? അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ നിന്ന് ഉസ്താദിന്റെ വീട്ടിലേക്ക് 7 തെരുവുകളുടെ അകലം. അതെ. അതിന്റെ കൂടെ നമ്മൾ എഴുതാനുള്ളതാണ് അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു ഉസ്താദിന് വേണ്ടി എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും എന്ത് ചെയ്യാറുണ്ടായിരുന്നു? അതുകൂടെ അതിന്റെ കൂടെ എഴുതണേ. നമ്മൾ ഇന്നലെ പറയാൻ വിട്ടുപോയതാണ്. മനസ്സിലായല്ലോ? ഇൻഷാ അല്ലാഹ്. അടുത്തത് മകനെ ആരാണ് മകനെ? ആ പാടെടുക്കൂ. അതിന്റെ ഏറ്റവും ആദ്യ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട്. ആദ്യം ചോദ്യം ഇരിക്കൂടി. മകനെ ഫാത്തിഹ പഠിപ്പിച്ചതിന് അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു ഉസ്താദിന് പാരിതോഷികം നൽകി. എത്ര? 500 ദിർഹം. വേഗം എഴുതി. എന്താ? ഫിദ ഒച്ചപ്പാട്. കട്ടായിട്ട് ആദ്യത്തെ ഒന്ന് കേൾക്കാൻ പറ്റിയിരിക്ക. ഏത്? ഇന്നത്തോ? ആരാ പറയണേ? അഫിയെ? യൂട്യൂബിൽ നോക്കിയാ മതിട്ടോ നീ. ഇൻഷാ അല്ലാഹ്. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഇന്നലെ പറഞ്ഞതിന്റെ ആവർത്തനം ഒന്നുകൂടി റിവിഷൻ ചെയ്തതാണ്. എന്നാ വേഗം എഴുതിയില്ലേ? എത്ര ദിർഹമാണ്? 500 ദിർഹം. അടുത്തത് അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മകന്റെ പേര്. അത് എഴുതിക്കോളൂ. എഴുതിയോ? ഇല്ല. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മകന്റെ പേര്.
എഴുതി. എഴുതി. ഇൻഷാ അല്ലാ. ആ ഭാഗത്ത് വേറെന്താ? ആ പാരഗ്രാഫ് ഒന്ന് വായിക്കും ആരെങ്കിലും? ആ പാരഗ്രാഫിലൊന്നും പറയണില്ലല്ലേ? ചെറിയ ഒരു കഥയെ പറയണുള്ളൂ. ഉസ്താദിന് എന്ത് ചെയ്തു? 500 ദിർഹം കൊടുത്തു. എന്ത്? 100 ദിർഹമും അത് കാര്യം ഇമാം അബു ഹനീഫ റളിയല്ലാഹുവിന്റെ മുഖത്തേക്ക് നോക്കി. മകൻ ഹമ്മാദിനെ ഫാത്തിഹ പഠിപ്പിച്ചതിന്റെ പേരിൽ മഹാനായ അബു ഹനീഫ റളിയല്ലാഹു അൻഹു 500 ദിർഹം പാരിതോഷികമായി നൽകിയപ്പോഴായിരുന്നു ഇത് സംഭവിച്ചത്. ഇമാം അബു ഹനീഫ ഉസ്താദിനോട് പറഞ്ഞു, എന്റെ കൈവശം ഇപ്പോൾ ഇത്രേ ഉള്ളൂ, കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ തരാമായിരുന്നു. അപ്പോ അവിടെ ഒരു ചോദ്യം വരാൻ സാധ്യത ഉണ്ട്. എന്താണ് ചോദ്യം? സന്ദർഭം വിവരിക്കാൻ ബയ്യിന് സിയാക്ക്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ, കൂടുതലുണ്ടെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? നൽകുമായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അത് ആരോട് എപ്പോൾ പറഞ്ഞതാണ് എന്നൊരു ചോദ്യം ഉണ്ടാവും. അപ്പൊ ആ ചോദ്യം എഴുതിയിട്ട് സന്ദർഭം വിവരിക്കാനുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ എഴുതുക, പുസ്തകം നോക്കിയിട്ട് എഴുതുക. ആ വാക്ക് എഴുതുക. ബയ്യിന് സിയാക്ക് എന്ന് എഴുതുക. എല്ലാവരും എഴുതി ബയ്യിന് സിയാക്ക്. ബയ്യിന് സിയാക്ക് എന്ന് എഴുതിയിട്ട് അതിന് താഴെ ആ പാഠത്തിലില്ലേ എൻ്റെ കയ്യിൽ എത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അത് എഴുതുക. 500 ദിർഹമോ മുതലാണോ? അല്ല മോളോ, ആ എൻ്റെ കയ്യിൽ എത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടില്ലേ ഒരു വാക്ക്? അബു ഹനീഫ ഇമാം ഉസ്താദിനോട് പറയണ്ടേ? ആ വാക്ക് മാത്രം എഴുതുക. ആ പറഞ്ഞത് മാത്രം എഴുതുക. ഇനി അവിടെ കുറച്ച് സ്ഥലം വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അതിന്റെ വിശദീകരണങ്ങൾ എഴുതിയാൽ മതി. എങ്ങനെ? അതിന്റെ സന്ദർഭം വിവരിക്കാന്. എന്തായിരുന്നു സന്ദർഭം? അത് ആരോട് എപ്പോൾ പറഞ്ഞതാണ്? അബു ഹനീഫ ഇമാമിൻ്റെ മകനായ ഹമ്മാദ് റളിയല്ലാഹു അൻഹുവിന് ഫാത്തിഹ പഠിപ്പിച്ചു കൊടുത്ത ഉസ്താദിന് അബു ഹനീഫ ഇമാം 500 ദിർഹം നൽകി ഉസ്താദിനോട് പറഞ്ഞു. ഉത്തരം എഴുതിയോ? ഉത്തരം എഴുതിയോ? ഉത്തരം ഇൻഷാ അല്ലാഹ് നിങ്ങൾ പിന്നെ എഴുതട്ടാ. നമ്മൾ ടൈം കുറെ ഇതിലാണല്ലോ, അപ്പോൾ കുറെ പോകും. അടുത്ത ചോദ്യം എന്താ? മണ്ണ് എന്നാണ് അർത്ഥം. മണ്ണ് എന്നാണ് അർത്ഥം. ഏതാണ് മണ്ണ് എന്ന അർത്ഥമുള്ള വാക്ക്? ഏത്? തുയീന്. അത് ഏത് പാഠത്തിലാന്ന് ആർക്കറിയും? ആരാ ഫസ്റ്റ് പറഞ്ഞേ? ആരാ? എല്ലാവർക്കും അവകാശമുള്ളതാണ്. വെള്ളം, തീ, മണ്ണ്. ആ പാഠത്തിലല്ലേ? ആ പാഠത്തിലാണോ? ഉമ്മി വസ്വലാത്തി അതാരാ പറഞ്ഞത്? ഫാത്തിമ. ആയിക്കോട്ടെ.
ആ പാഠത്തിലൊന്ന് നോക്കി അതിന്റെ ലാസ്റ്റ് ഭാഗത്ത് ആ പാഠം ഇരിക്കും എല്ലാവരും. കിട്ടി. കിട്ടി? ആര് കിട്ടിയത്? ഫിഷറിന്. അള്ളാ, വിശ്ര കിട്ടിയ? വിശ്ര എന്താണ് ആ സംഭവം? ആണോ? മദർസിക്കാണ്ട് വാ. വിശ്രേ, എന്താണ് ആ കഥ? കൊണ്ടുള്ള പടം നിർമ്മിച്ച ആ, അത് എന്താണ് സംഭവം? എന്താ? അതെ, ആ നിസ്കരിക്കുമ്പോ ഉമ്മ ഒന്ന് വിളിച്ച്, അപ്പൊ വിളി കേട്ടില്ല. ആ അങ്ങനെ 2-3 അന്ന് വിളിച്ചു, അപ്പോഴും വിളി കേട്ടില്ല. അപ്പൊ ഉമ്മ ഇതായിരുന്നു, ആ, അതുമായിരുന്നു. എന്റെ മോനെ ഒരു വേശ്യയുടെ ആ കണ്ണിൽ പെടുത്താതെ ആ മരിപ്പിക്കല്ലേ എന്ന് വരുന്നു. മരിപ്പിക്കില്ലെന്ന് ഇതായിരുന്നു. ആ, അങ്ങനെ അള്ളാഹു അപ്പൊ ആ ദുആ സ്വീകരിച്ചു അല്ലേ? ആ, എന്നിട്ട് എന്താ സംഭവിച്ച്? എന്നിട്ട് വേശ്യ അപ്പുറത്തെ ആറ്റുകാരിയിൽ നിന്നും ഗർഭിണിയായി ആൾക്കാരോടൊക്കെ പറഞ്ഞ് ജുറൈജിന്റെ മകനാണിത്. ആ ആ അപ്പൊ നാട്ടുകാര് എല്ലാരും കൂടി ജുറൈജിന്റെ കൊണ്ടുള്ള മടം പൊളിച്ചു. ആ, അങ്ങനെ എന്ത് ചെയ്തു? പിന്നീട് പറഞ്ഞു, ഞങ്ങൾ എന്ത് ചെയ്തരാ, ഞങ്ങൾ എന്ത് ചെയ്തരാ, സ്വർണം കൊണ്ടുള്ള പർണശാല ഉണ്ടാക്കി തരാന്ന് പറഞ്ഞല്ലേ? ദഹബ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വർണ്ണ അല്ലേ? ആ, സ്വർണം എന്നാണ് അർത്ഥം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്തുണ്ട്? ആ ഇൻഷാ അല്ലാ. അപ്പൊ മണ്ണ് എന്നാണ് അർത്ഥം ചെയ്ത? ആ, സീനോ? സീന് അല്ലേ? അപ്പോ അതിൽ വേറൊരു ചോദ്യം, നിസ്കാരത്തിലായിരിക്കെ ഉമ്മ വിളിച്ച് മറുപടി കൊടുക്കാതിരുന്ന വ്യക്തി ആരാണ്? ഐതികോളി. നിസ്കാരത്തിലായിരിക്കുമ്പോൾ ഉമ്മ വിളിച്ചത്, നിസ്കാരത്തിലായിരിക്കെ ഉമ്മ വിളിച്ചപ്പോൾ മറുപടി കൊടുക്കാതിരുന്ന വ്യക്തി. ജുറൈജ് റളിയല്ലാഹു അൻഹു. എഴുതിക്കോളി. അതിൽ കുറച്ച് അറബി ചോദ്യങ്ങളില്ലേ ആ പാഠത്തില്? ആ ചോദ്യം വായിക്ക്, ആ ചോദ്യം വായിക്ക്. ആ അറബിയിലാണ് ആ ചോദ്യം വരിക കേട്ടോ. ആ പാഠത്തുനിന്ന് സാധാരണ അറബിയിലാണ് ചോദ്യം വരിക. കഴിഞ്ഞ വർഷം അറബിയിൽ ചോദ്യം വന്നിട്ടുണ്ട് ആ പാഠത്തുനിന്ന്. ഏത് ചോദ്യമാണ് എനിക്ക് വേണ്ടത്? ആരാ എഴുതി? ഒരാൾ പറഞ്ഞു കൊടുക്കി. നിസ്കാരത്തിലായിരിക്കെ ഉമ്മ വിളിച്ചപ്പോൾ മറുപടി കൊടുക്കാതിരുന്ന വ്യക്തി ആരാണ്? റുഷ്തു ഉഷാറാണല്ലോ.
ബിസ്ര എഴുതിയോ? എഴുതി ബിസ്ര? ബിസ്ര എഴുതിയിട്ടുണ്ടാവില്ല. ബിസ്ര എഴുതിയാ? ഓ ആ ഓക്കെ. ആ അപ്പൊ അതിലും അറബി ചോദ്യം വായിക്കി. ആരായിരുന്നു ജുറൈജ്? എന്താ അർത്ഥം? മൻ കാന ജുറൈജ്. ആരായിരുന്നു ജുറൈജ്? ആരായിരുന്നു? ആരായിരുന്നു? ആ കാന ഒരാള് ആ റജുലുൻ കാന ജുറൈജുൻ റജുലൻ ആബിദൻ. ആ കാന ജുറൈജുൻ റജുലുൻ ആബിദ. ആ ജുറൈജ് റളിയല്ലാഹു അൻഹു ആബിദായ അഥവാ ഇബാദത്തിലായി കഴിഞ്ഞുകൂടുന്ന ഒരു മനുഷ്യനായിരുന്നു. ധാരാളം ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യനായിരുന്നു. ആ മലയാളത്തിൽ. പിന്നെ നമ്മള് ഗ്രൂപ്പിൽ ഒരു PDF ഇട്ടല്ലോ ദുറൂസിന്റെ. അതെല്ലാരും പ്രിന്റ് എടുക്കണം. അറബി പാഠത്തിന്റെ ആണ്. കണ്ടാ പോരാ, പ്രിന്റ് എടുക്കണം. ആ പ്രിന്റ് എടുക്കണം. മനസ്സിലായോ? പ്രിന്റ് എടുത്തിട്ട് അറബി പാഠങ്ങളാണ്. അറബി മലയാളത്തിലായി എഴുതിയിട്ടുണ്ട്. അറബി പാഠങ്ങൾ മാത്രമല്ല, അറബിന്റെ അർത്ഥമുണ്ട്. ഓരോതിന്റെ അർത്ഥവും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് ഇട്ടത്. മനസ്സിലായല്ലോ? ഇൻഷാ അല്ലാഹ് നമ്മള് നിങ്ങൾക്ക് വേണ്ടിയുള്ള നോട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ദുറൂസിന്റെ മുഴുവൻ ഭാഗമുള്ള നോട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വിഷയത്തിലും ഉണ്ടാവും. ഇപ്പോൾ ദുറൂസിന്റെ ആണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അത് മലയാളത്തിൽ ഓരോ ചോദ്യമായിട്ട് എന്ത് ചെയ്യും നിങ്ങൾക്ക് തരും ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഉപയോഗപ്പെടുത്തണം. വെറുതെ ക്ലാസ് ആണെന്ന് കരുതിയിട്ട് എന്ത് ചെയ്യരുത്, വെറുതെ ഇരിക്കരുത്. ഇൻഷാ അല്ലാഹ്. അടുത്തത് അപ്പൊ നമ്മൾ ആ പാഠം ക്ലിയർ ആയില്ലേ? ഈ പാഠങ്ങളൊക്കെ ക്ലിയർ ആണല്ലോ. ഈ എത്ര പാഠം ക്ലിയർ ആയി? ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ പാഠം. ജുറൈജ് റളിയല്ലാഹു അൻഹു. അതില് വേറെ ചോദ്യം ഉണ്ടല്ലോ, ആ ചോദ്യം വായിക്കി. ഒരാള് ഹന്ന ഫാത്തിമ പാലക്കാട്. വായിക്കി. മാതാ ജുറൈജ്. ജുറൈജ് എന്താ ഉണ്ടാക്കിയെന്നല്ലേ? ഇതുണ്ടാക്കിയത് സ്വൻഅത്ത്. എന്തുണ്ടാക്കി? സ്വൻഅത്തല്ലേ? സൗമാത്ത്. സോറി. ജുറൈജ് മഠം നിർമ്മിച്ചു. പർണശാല, ഇബാദത്ത് ചെയ്യുന്ന പർണശാല നിർമ്മിച്ചു. സൗമാഅത്ത് അല്ലേ? എന്താ നിർമ്മിച്ചത്? മത്തഖദ ജുറൈജുൻ. സൗമാഅത്ത് എന്നാ ഇതേണ്ടത്. സൗമാഅത്തിന്റെ അർത്ഥം എന്താ? പർണശാല എന്ന് പറഞ്ഞാൽ മതി. അതാ നല്ല മലയാളം നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റി. ഉസ്താദ് പരീക്ഷയ്ക്ക് വരുമ്പോ അറബി മലയാളത്തിൽ എഴുതാൻ പറ്റുമോ? ഏത് ഈ ചോദ്യത്തിന് ഉത്തരാ? മത്തഖദ ജുറൈജുൻ എന്ന് ചോദിച്ചാൽ അറബി മലയാളത്തിൽ എഴുതാൻ പറ്റുമോന്നാ? രണ്ടിലും എഴുതാ. പക്ഷെ മലയാളത്തിൽ എഴുതരുത്. അപ്പൊ സൗമാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പർണശാല, ടെന്റ് അല്ലേ? ആ പുസ്തകത്തിന് എന്ത് കൊടുത്തിട്ടുണ്ട്? ടെന്റ് എന്നോ? നിങ്ങൾ കാണുന്നില്ല പുസ്തകത്തില്?
ആ പർണശാല. ഇൻഷാ അല്ലാ നമ്മള് അടുത്തേക്ക് കടക്കല്ലേ. അടുത്ത ചോദ്യം എന്താ? ഒരു ചോദ്യം കൂടി ഉണ്ടല്ലോ. ഹെന്ന സ്ക്രീനിൽ കളിക്കരുത്, ഉമ്മ പറയുന്ന കേട്ടില്ലേ? ഒരു ചോദ്യം കൂടി ഇല്ലേ? ഷമീമ ഒരു ചോദ്യം കൂടി ഇല്ലേ? ആ വേഗം വായിക്ക്, സമയം പോണ്. 15 നിർത്തും. എന്താ ലിമാദാ ദഅത്ത് ഉമ്മു ജുറൈജ്? ആ ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ എന്തിനാണ് ഇത് വരുന്നത്? എന്തിനു വേണ്ടി അത് വരുന്നത്? ആ എന്താണ്? ഒരാൾ പറയും, ഒരാൾ ഒറ്റ ആള്. ആ ഫസ്ല ബാനു എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ട്. ആ പേരെന്താ കുട്ടിന്റെ പേരെന്താ? ആ മെഹറിൻ എന്നാ പറയൂ. എല്ലാരും അടിവേരണം. ആ അല്ലാഹുമ്മ ലാ തുമിതുഹു ഹത്താ തൻദുറ ഇലാ വുജൂഹിൽ മുമിസാത്ത്. വേശ്യപ്പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കാതെ എൻ്റെ മകൻ ജുറൈജിനെ നീ മരിപ്പിക്കല്ല അല്ലാ എന്നില്ലേ? ഇൻഷാ അല്ലാ. പിന്നെ അടുത്ത ചോദ്യം നമുക്ക് ഇൻഷാ അല്ലാ നമുക്ക് ആ ആരിൽ നിന്നാണ് ആ വേശ്യപ്പെണ്ണ് ഗർഭിണിയായത്? എന്താ ചോദ്യം? ആ ആരിൽ നിന്നാണ്? മിനൽ മിനൽ റായിയത്തി. ആരിൽ നിന്ന്? ആട്ടിടയനിൽ നിന്ന്. എല്ലാവർക്കും മനസ്സിലാവണില്ലേ? മനസ്സിലാവാത്ത ആരെയുണ്ടാ? ആ എല്ലാവർക്കും മനസ്സിലാവാത്ത? സംശയം ഉണ്ടെങ്കിൽ പേഴ്സണലായി ചോദിക്കണം കേട്ടാ. ആ എന്നാ അടുത്ത ചോദ്യം. ഗൗസുൽ ആദം എന്ന പേരിൽ പ്രസിദ്ധനായ ആളാരാണ്? ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു അല്ലേ? ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു. ഈ ആണല്ലേ ഉത്തരം? ആ ഇൻഷാ അല്ലാ നമുക്ക് 5:17 ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാ നമുക്ക് ഇനി വേറെ പരിപാടി, ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട് ഇൻഷാ അല്ലാ. ഇപ്പം കട്ടാവും ചെയ്യും ഇത്. അപ്പം എല്ലാവരും നമ്മൾ പറഞ്ഞ ഭാഗം ആ അറബി പാഠം എല്ലാവരും നന്നായി പഠിച്ചു തരണം. മനസ്സിലായില്ലേ? അറബി പാഠം നന്നായി പഠിക്കണം. അതിന്റെ ചോദ്യോത്തരങ്ങൾ മുഴുവനും എല്ലാവരും നോട്ടില് അതിന്റെ ഫോട്ടോ വിട്ടെ പ്രിന്റ് എടുത്തിട്ട്. പിന്നെ ഈ അറബി പാഠം എന്ത് ചെയ്യണം? എല്ലാവരും നോട്ടിൽ എല്ലാ ചോദ്യങ്ങളും ഉത്തരവ് എഴുതണം. വെറുതെ എഴുതിച്ചാൽ പോലെ മനസ്സിലാക്കി എഴുതണം. അഥവാ ഏതെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ഉടനെ നമുക്ക് ചോദിക്കാം, ഗ്രൂപ്പിലോ പേഴ്സണലായിട്ടോ ഒക്കെ ചോദിക്കാം ഇൻഷാ അല്ലാ. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ദുആയിരിക്കും.